പാകിസ്ഥാൻ എങ്ങനെ കടക്കെണിയിലായി? എന്തുകൊണ്ട് വർഷങ്ങളായി പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് അടിപതറുന്നു? ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ധനകാര്യമന്ത്രി ഔറംഗസേബ്. പാകിസ്ഥാനിൽ ജനസംഖ്യ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരികയാണ്. ജനനനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോണ്ടം ഉൾപ്പെടെയുള്ളതിൻ്റെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളെ പിന്തുണയ്ക്കുന്നതാണ് ധനമന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ. കോണ്ടത്തിന് നികുതി കുറയ്ക്കാനും അതുവഴി അത് അഫോർഡബിൾ ആക്കാനും ധനകാര്യമന്ത്രി ഒരിക്കലൊരു ശ്രമം നടത്തിയിരുന്നു. കാരണം കടം വാങ്ങിയാണല്ലോ പാകിസ്ഥാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. കോണ്ടത്തിൻ്റെ നികുതി കുറയ്ക്കണമെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് രാജ്യാന്തര നാണയനിധിയുടെ അനുവാദവും വേണം. കാരണം പാകിസ്ഥാൻ ഓരോ ദിവസവും രാജ്യാന്തര നാണയനിധിയിൽ നിന്ന് കടം വാങ്ങിയാണ് അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഏറെക്കാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. രാജ്യാന്തര നാണയനിധി അടക്കമുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതിവേഗം വളരുന്ന ജനസംഖ്യ ഉള്ളപ്പോൾ പാകിസ്ഥാന് പെട്ടെന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകില്ല. ഈ സ്ഥിതി തുടർന്നാൽ പാകിസ്ഥാൻ്റെ ജനസംഖ്യ 40 കോടിയിലധികം എത്തും.